പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വാഡ്രയുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ, സുപ്രീം കോടതിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട്, ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CJPയുടെ പുതിയ സ്റ്റാൻഡ്, ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, CJPയും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുണ്ടായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്, അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഒന്ന് മന്ത്രിയുടെ രാജിയായിരുന്നു. രണ്ടാമത്തത് എന്ന് പറയുന്നത് അവർക്കെതിരെയുള്ള കേസുകൾ, വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ എടുക്കാൻ പാടില്ല, FIR ഇടാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, അതിൽ തന്നെ പ്രസക്തമായ ഒരു കാര്യമുള്ളത്, ഒരു പത്രസമ്മേളനത്തിൽ CJPയുടെ ഔദ്യോഗിക വക്താക്കൾ സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ കണ്ട അവസരത്തിൽ അവർ പറയുകയുണ്ടായി, അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ വിദ്യാർത്ഥികളല്ല, അതിനിടയിൽ സാമൂഹിക വിരുദ്ധർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് വിളിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് ആക്രമണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് CJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് CJPയുടെ സ്പോക്സ് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. പിന്നെ എന്താണ് CJPക്ക് ഇപ്പോൾ ഒരു പ്രശ്നം? നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ തങ്ങളുടെ ആളുകളല്ല, തങ്ങൾ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആൻറ്റി സോഷ്യൽ എലമെൻസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ FIR ഇട്ടാൽ പിന്നെ എന്തിനാണ് പുതിയ ഒരു നോവ് നിങ്ങൾക്കുണ്ടാകുന്നത്? ഹർജികൾ ഒരുപാട് വന്നു സുപ്രീം കോടതിയിൽ, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വന്നു, ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുൾപ്പെടെ സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് ഹർജികൾ വന്നു. കോടതി അതൊക്കെ പരിഗണിക്കുകയാണ്. ജൂലൈ മാസം 29-ാം തീയതി വീണ്ടും അത് കേസെടുത്തു. ഇനിയിപ്പം ഓഗസ്റ്റിൽ അത് വീണ്ടും എടുക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ കോടതി പറഞ്ഞിട്ടുള്ളത്, FIR ഇട്ടിട്ടുള്ള കാര്യങ്ങളിൽ FIRുമായി മുമ്പോട്ട് പോകാം, അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ അത്തരത്തിലുള്ള എന്തെങ്കിലും ആക്ഷൻ, FIR ഇടുകയോ അന്വേഷണമോ ഒക്കെ നടക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പരമാവധി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തം ജാമ്യത്തിലോ അതുമായി ബന്ധപ്പെട്ട മിനിമം ആയിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് അവരെ തൽക്കാലത്തേക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ വിട്ടയക്കുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ, അത് 18 വയസ്സിൽ താഴെയോ 18 വയസ്സിൽ മുകളിലോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഈ ഒരു കാര്യം അവർക്ക് ആപ്ലിക്കബിൾ അല്ല. CJP ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള 18 വയസ്സിൽ താഴെയോ 18 വയസ്സിൽ മുകളിലോ ആയ വ്യക്തികളാണെങ്കിൽ പോലും അവർക്കെതിരെ എടുത്തിട്ടുള്ള FIRൻ്റെ തുടർ നടപടികൾ പോലീസിന്, സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കൊണ്ടുപോകാമെന്ന് പറയും. ഇവിടെയാണ് CJPയുടെ ആക്ഷേപം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു, നിങ്ങൾക്കിടയിലേക്ക് സാമൂഹിക വിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു, അവരാണ് ആക്രമണം നടത്തിയത്, നിങ്ങളല്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ സമാധാനപരമായി പ്രതിഷേധം നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന, നിങ്ങൾ വിളിച്ചു ഉയർത്ത വിദ്യാർത്ഥികളും നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ആക്രമണകാരികളെയും ഒരേപോലെ പരിഗണിക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു ഔചിത്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? സംശയം ന്യായമാണ്. ഈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് കടന്നു കയറിയത് നിങ്ങളുടെ അറിവോടുകൂടി ആയിരുന്നു എന്ന് ഒരു സാധാരണ ഇന്ത്യൻ പൗരന് തോന്നിയാൽ അതിനെ തെറ്റെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് വരരുതായിരുന്നു. ഇവർക്ക് വേണ്ടി ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്, പ്രിയങ്ക വാഡ്ര സംസാരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദം കൊണ്ടുണ്ടാക്കിയ ബഹളങ്ങളെക്കാൾ, ശബ്ദം കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിച്ചതിനേക്കാൾ, കോലാഹലങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനേക്കാൾ എത്രയോ മഹത്തായ ചില നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ശബ്ദകോലാഹലങ്ങൾക്കപ്പുറം ഒരു മൗനത്തിന് പോലും പ്രാധാന്യമുണ്ടായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്ന രണ്ട് സംഭവങ്ങളാണ്, ഇൻസിഡൻസാണ്. ഒന്ന് സുഷമ സ്വരാജിൻ്റെ ഒരു കമൻറ്റും അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു കമൻറ്റുമാണ്. മഹാരഥന്മാരായിട്ടുള്ള ആ രണ്ട് നേതാക്കന്മാരും ഇന്ന് നമ്മോടൊപ്പം ഈ ഭൂമിയിലില്ല. എങ്കിലും അത് ഓർത്തു പോകുന്നു. സുഷമാജി ഒരിക്കൽ ഒരു ഇത് പറഞ്ഞു, നമ്മൾ സഭാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടെ ഇരുന്നവരെല്ലാം ഹർഷപുളകിതരായി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാചകം കൂടി ചേർത്തു,
നിങ്ങൾ എല്ലാ കാര്യത്തിലും കുഴപ്പം കണ്ടുപിടിക്കാൻ, കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അസാമാന്യമായ ശേഷിയുള്ളവരാണ് എന്നായിരുന്നു രണ്ടാമത്തെ വാചകം. എത്ര ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരല്പം തമാശ കലർത്തി എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപക്ഷത്തോട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞു സുഷമാജി, അല്ലേ? ഇങ്ങനെയും കാര്യങ്ങൾ അവതരിപ്പിക്കാം. രണ്ടാമത് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു ഇൻസിഡൻറ്റ്. നിങ്ങൾ ഒരേ സമയം അമ്പയറാകാനും ബാറ്റ്സ്മാനാകാനും ശ്രമിക്കരുത്. നിയമനിർമ്മാണത്തിൽ ഒരേ സമയം നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ രണ്ട് വെള്ളത്തിൽ ഒരേ സമയത്ത് കാല് ചവിട്ടി നിൽക്കാൻ ആർക്ക് സാധിക്കില്ല, അതിന് ശ്രമിക്കരുത് എന്ന് ജെയ്റ്റ്ലിജി പറഞ്ഞൊരു അവസരമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇന്ന് ഞാനൊരു കുട്ടിയെ കണ്ടു. ആ കുട്ടി പറഞ്ഞു, ഒന്നാമത്തെ ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണം, മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കുട്ടിയെ വെറുതെ ഇതിനകത്തോട്ട് വലിച്ചിഴച്ചുകൊണ്ട് ഇഡിയറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇഡിയറ്റുകളും അല്ലേ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി, ഞാനിത് അവിടെ ആവർത്തിക്കുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരു മലയാളികൾ എന്നുള്ള നിലയിൽ ഖേദിക്കുന്നു. ഇവിടെ നിന്നാണല്ലോ ഇവരും കൂടി MP ആയിട്ട് പോയതെന്ന്. ഡോക്ടർ കാമകോടിയെ അറിയാത്തവരായിട്ട് ഇന്ത്യയിൽ ആരാണുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് അറിയാത്തവരായിട്ട് ആരാണുള്ളത്? നിങ്ങൾ പറയുന്നു അദ്ദേഹം ഗോമൂത്രവുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പല കമൻറ്റുകളും സ്റ്റേറ്റ്മെൻറ്റ്സും വന്നിട്ടുണ്ട്. ശരിയാണ്, അതിനെ വളരെ സത്യസന്ധമായി അങ്ങനെ അവതരിപ്പിച്ചതാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടിപ്പോൾ. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ പറഞ്ഞ സാഹചര്യം, പറഞ്ഞ നിങ്ങളുടെ വോയിസ് ടോൺ, നിങ്ങളുടെ ഊറിയ പുഞ്ചിരി, അതൊരിക്കലും അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ നാളെയുടെ രേഖകളാണ്, നാളത്തെ ചരിത്രമാണ്. നാളെയുടെ യുവത്വം, ഇന്നത്തെ യുവത്വം നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറുന്ന അപക്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു വളരണമെന്നാണോ? ഇന്ത്യയുടെ ഭാവി തലമുറ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണോ എന്നാണോ അവർ മനസ്സിലാക്കേണ്ടത്? തീർത്തും അപക്വമായിപ്പോയി. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഒരു പാർലമെൻറ്റ് ഹൗസിനുള്ളിൽ, ഒരു ലോക്സഭാ ഹൗസിനുള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് പ്രയോഗങ്ങളായിരുന്നു ഈ പറയുന്ന ഗോമൂത്ര വിദഗ്ധൻ എന്നുള്ളതും മറ്റേ ഇഡിയറ്റിൻ്റെ ഉദാഹരണവും രാഹുൽ ഗാന്ധിയുടേതും പ്രിയങ്കയുടേതും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആസ് എ ഒരു കോമൺ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്പം മൂല്യബോധമുള്ള, ബോൾഡായിട്ടുള്ള പക്വതയോട് കൂടിയിട്ടുള്ള പ്രതികരണങ്ങളാണ്. എത്ര സുന്ദരമായ മറുപടി പ്രസംഗങ്ങൾ അനുരാഗ് ഠാക്കൂറിൻ്റെയും തേജസ്വി സൂര്യയുടെയും ഒക്കെ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടു. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയം ഒന്ന് മാറ്റിവെച്ച് പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കുമോ? അതിൻ്റെയൊക്കെ ബൈറ്റുകൾ, അതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്താണ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നതെന്ന്. നിയമം പാസ്സായി, സന്തോഷമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് സഭയിലെ അംഗങ്ങൾ മാറി നിൽക്കുന്നതാണ് രാജ്യത്തിന് ഹിതകരമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.